വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മളിന്ന് ചെയ്യുന്നത് CSCBയുടെ കറണ്ട് അഫയേഴ്സ് ആണ്. CSCB സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് നവംബർ 2025, നവംബർ മാസത്തിലെ 2025 കറണ്ട് അഫയേഴ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തേക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സുകൾ ഏറ്റവും അവസാനമൊക്കെ ആകുമ്പം എക്സാം ടൈമിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായി കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ മന്ത്ലി ഇട്ടിട്ട്. അപ്പം അടുത്ത പരീക്ഷകൾ നിങ്ങൾക്കറിയാം, ഇനി എല്ലാ ഞായറാഴ്ചകളിലും എക്സാമാണ്. ഓരോ കാറ്റഗറീസ് ചെയ്താണ് എക്സാം വരുന്നത്. അപ്പോൾ അവർ തീർച്ചയായും കറണ്ട് അഫയേഴ്സുകൾ ഇത്തിരി ഉള്ളിലോട്ടൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിത് ഫോർവേഡായിട്ട് പഠിച്ചിരിക്കുക. അന്നേരം നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് 2025 നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സുകളാണ് പറയാൻ പോകുന്നത്. അതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് GK കൂടെ നമുക്ക് തരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. IUCNന്റെ വേൾഡ് കൺസർവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ WCPA കെൻഡൻ മില്ലൻ പുരസ്കാരം നേടിയത്. കെൻഡൻ മില്ലൻ പുരസ്കാരം, WCPA കെൻഡൻ മില്ലൻ പുരസ്കാരം നേടിയത് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഈ വാക്കൊന്ന് അടിവരയിട്ട് എഴുതി പഠിക്കണം. കെൻഡൻ മില്ലൻ പുരസ്കാരം. ഓക്കെ, അങ്ങനെ മാത്രം ചോദിക്കുന്ന സന്ദർഭമുണ്ട്. അതായത് മൊത്തത്തിൽ ഇതുപോലെ IUCNന്റെ വേൾഡ് കൺസർവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ അതും തരത്തില്ല ചിലപ്പം. WCPAയുടെ കെൻഡൻ മില്ലൻ പുരസ്കാരം നേടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സോണാലി ഘോഷ്. ഇന്ത്യക്കാരി ആയതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ പ്രാധാന്യം. സോണാലി ഘോഷ് ഏത് രാജ്യമാണ്? ഇന്ത്യ. അന്നേരം സോണാലി ഘോഷ് ഇന്ത്യക്ക് കിട്ടിയത് IUCNന്റെ വേൾഡ് കൺസർവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ കെൻഡൻ മില്ലൻ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് സോണാലി ഘോഷ്. IUCN ഒക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ UN സംഘടനകളും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്നേരം ഓർത്ത് വെക്കുക, IUCNന്റെ വേൾഡ് കൺസർവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ WCPA കെൻഡൻ മില്ലൻ പുരസ്കാരം നേടിയത് സോണാലി ഘോഷ്, ഇന്ത്യ. സത്യൻ ചലച്ചിത്ര പുരസ്കാരം 2025 ഉർവശി. സത്യൻ ചലച്ചിത്ര പുരസ്കാരം 2025 നേടിയത് ആരാണ്? ഉർവശിയാണ്. ഇനി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം NS മാധവൻ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ആർക്കാണ്? NS മാധവനാണ്. NS മാധവൻ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ഒക്കെ ലഭിച്ച വ്യക്തിയാണ് NS മാധവൻ. അന്നേരം നോക്കുക, അദ്ദേഹത്തിന് അടുത്ത അവാർഡ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആര്? NS മാധവൻ. ഓക്കെ, അന്നേരം നോക്കിയേ ഈ 4 ക്വസ്റ്റ്യനുകൾ. IUCNന്റെ വേൾഡ് കൺസർവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ WCPA കെൻഡൻ മില്ലൻ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് സോണാലി ഘോഷ്. ഇനി സത്യൻ ചലച്ചിത്ര പുരസ്കാരം 2025 ഉർവശി. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം NS മാധവൻ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ആരാണ്? NS മാധവനാണ്. ഓക്കെ, ഇനി അടുത്തത് ലോക മത പാർലമെന്റ് അല്ലെങ്കിൽ ലോക മത സമ്മേളനം. ലോക മത പാർലമെന്റ് അല്ലെങ്കിൽ ലോക മത സമ്മേളനം നടന്നത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റിലാണ്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റിലാണ്. നിങ്ങൾക്ക് GK സെക്ഷൻ പാർലമെന്റുകൾ പഠിക്കാനുണ്ട്. അന്നേരം അതിൽ നിന്ന് നമുക്ക് ഒരു GK കിട്ടും. ഓസ്ട്രേലിയയുടെ പാർലമെന്റിന്റെ പേരെന്താണ്? വിക്ടോറിയൻ പാർലമെന്റ്. വിക്ടോറിയൻ ഒക്കെ കാണുമ്പോൾ ബ്രിട്ടൻ ഒക്കെ പോകും. ബ്രിട്ടൻ അല്ല, ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ പേരെന്താണ്? വിക്ടോറിയൻ പാർലമെന്റ്. അന്നേരം വിക്ടോറിയൻ പാർലമെന്റിൽ നടന്നത് എന്താണ്? ലോക മത സമ്മേളനം അല്ലെങ്കിൽ ലോക മത പാർലമെന്റ് നടന്നത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റിലാണ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഹെപ്പറ്റൈറ്റിസ് ബി, HIV, സിഫിലിസ്. എന്താണ്? അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഹെപ്പറ്റൈറ്റിസ് ബി, HIV, സിഫിലിസ് എന്നീ രോഗങ്ങൾ പകരുന്നത് പൂർണ്ണമായും തടഞ്ഞ ലോകത്തിലെ ആദ്യ രാജ്യമാണ് മാലിദ്വീപ്. ഓക്കെ, ഓർത്ത് വെക്കുക, രോഗങ്ങൾ ഏതൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് ബി, HIV, സിഫിലിസ്. ഇതിൻ്റെ പ്രത്യേകതകളുണ്ട്. ഈ രോഗങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഇത് മൂന്നും. ഹെപ്പറ്റൈറ്റിസിന്റെ B വെർഷൻ. ഹെപ്പറ്റൈറ്റിസിന് ഒരുപാട് വെർഷൻ ഉണ്ട്. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, G ഉണ്ട്, സിറം ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതിലേതാണ്? ബ്ലഡിലൂടെയും ലൈംഗിക സമ്പർക്കത്തിലൂടെയും പകരുന്നതാണ് ഇത് ഹെപ്പറ്റൈറ്റിസ് B. ബ്ലഡിലൂടെ ഉള്ളത് കൊണ്ടാണ് അതിന് B എന്ന് കൊടുത്തിരിക്കുന്നത്. അതിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും HIV, AIDS നമുക്കറിയാം. HIV വൈറസ് ആണ് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. അതും
സിഫിലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാക്ടീരിയ ലൈംഗിക രോഗമാണ്. എന്താണ്? ബാക്ടീരിയ ലൈംഗിക രോഗമാണ്. ഓക്കെ, അന്നേരം ഈ 3 എണ്ണവും ഈ രോഗങ്ങൾ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്ന രോഗമാണ്. ആ രോഗം പൂർണ്ണമായും തടഞ്ഞ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇത്, മാലിദ്വീപ്. ഓക്കെ, അവിടെ ഒരു കൺഫ്യൂഷൻ ഫാക്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് HIV എന്ന രോഗം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരുന്നത് തടഞ്ഞ ലോകത്തിലെ ആദ്യ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ക്യൂബയാണ്. ഏതാണ്? ക്യൂബ. നേരത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എയ്ഡ്സ് രോഗം പകരുന്നത് തടഞ്ഞ ലോകത്തിലെ ആദ്യ രാജ്യം ക്യൂബയെങ്കിൽ ഏഷ്യയിലെ ആദ്യ രാജ്യം തായ്ലൻഡ് ആണ്. ഏഷ്യയിലെ ആദ്യ രാജ്യം ഏതാണ്? തായ്ലൻഡ്. പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ താണ്ട് ഈ എഴുതിയിട്ടിരിക്കുന്നതാണ് തായ്ലൻഡ്. തായ് എന്നൊക്കെ ഓർത്താൽ മതി, തായ് അമ്മ എന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓപ്ഷനകത്ത് തീർച്ചയായും മാലിദ്വീപും ക്യൂബയും തായ്ലൻഡും കണ്ടിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് അഫയർ സെക്ഷൻ ക്വസ്റ്റ്യൻ എന്താണ്? മാലിദ്വീപ് എന്താണ് ക്വസ്റ്റ്യൻ? അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ലൈംഗിക രോഗങ്ങളായ ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബിയും HIV, അത് 2 വൈറസ് രോഗങ്ങളൂടാണ്. സിഫിലിസ് അതും ലൈംഗിക ബാക്ടീരിയ രോഗമാണ്. ഈ രോഗങ്ങൾ പകരുന്നത് പൂർണ്ണമായും തടഞ്ഞ ലോകത്തിലെ ആദ്യ രാജ്യമാണ് മാലിദ്വീപ്. അത് 3 ഒരുമിച്ച്. HIV കേസ് പറഞ്ഞ എന്താണ്? HIV എന്ന രോഗം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നത് തടഞ്ഞ ലോകത്തിലെ ആദ്യ രാജ്യം ചോദിച്ചാൽ ക്യൂബയാണ്. ആദ്യ ഏഷ്യൻ രാജ്യം തായ്ലൻഡ്. നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യ ഏഷ്യൻ രാജ്യം തായ്ലൻഡ്. ഇതിന്റെ ക്വസ്റ്റ്യന്റെ ഡിഫറൻസ് മനസ്സിലായേ? ഈ 2 ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ലോക മത പാർലമെന്റ് അല്ലെങ്കിൽ ലോക മത സമ്മേളനം നടന്നത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റിലാണ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ലൈംഗിക രോഗങ്ങളായ ഹെപ്പറ്റൈറ്റിസ് ബി, HIV, സിഫിലിസ് എന്നീ രോഗങ്ങൾ പകരുന്നത് പൂർണ്ണമായും തടഞ്ഞ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇത്, മാലിദ്വീപ്. ഓക്കെ, ഈ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ലാഹോർ, പാകിസ്ഥാനിലെ ലാഹോർ ആണ്. 2025 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? ലാഹോർ ആണ്. ഇനി 67ാമത് സ്കൂൾ കായികമേള, സംസ്ഥാന സ്കൂൾ കായികമേള. 67 എത്രാമത്തേന്ന് ചോദിച്ചാൽ 67 സംസ്ഥാന സ്കൂൾ കായികമേള. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള. ബ്രാൻഡ് അംബാസഡർ സഞ്ജു വി സാംസൺ. അവിടെ നമുക്കൊരു GK ക്വസ്റ്റ്യൻ ഉണ്ട്. സഞ്ജു വി സാംസൺ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു GK ചോദിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് ആണ്. അന്നേരം നോക്കിയേ, ബ്രാൻഡ് അംബാസഡർ സഞ്ജു വി സാംസൺ. ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ്. ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? കീർത്തി സുരേഷ്. തിരിഞ്ഞു പോകരുത്. 67ാമത് സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ ബ്രാൻഡ് അംബാസിഡർ ക്രിക്കറ്റ് താരമായ സഞ്ജു വി സാംസൺ മലയാളി ക്രിക്കറ്റ് താരമാണ്. അതുപോലെ തന്നെ ഗുഡ്വിൽ അംബാസിഡർ ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി ഫിലിം ആക്ടർ. മലയാളി മാത്രമല്ല, വേറെ ഭാഷകൾ അവർ അഭിനയിക്കുന്നുണ്ട്, എങ്കിലും നമ്മൾ പറയുന്നത് മലയാളി ഫിലിം ആക്ടർ കീർത്തി സുരേഷ് ആണ്. ഓക്കെ, ഇനി വേദി തിരുവനന്തപുരം. വേദി എവിടാണ്? തിരുവനന്തപുരം. ചാമ്പ്യനും തിരുവനന്തപുരം. നടന്നത് തിരുവനന്തപുരത്ത്, ചാമ്പ്യനും തിരുവനന്തപുരം. ചിഹ്നം തങ്കു എന്ന മുയൽ. പരീക്ഷയ്ക്ക് ചോദിച്ചതാണിത് കേട്ടോ. ചിഹ്നം ഏതാണ്? തങ്കു എന്ന മുയലാണ്. ഓക്കെ, അങ്ങനെ നോക്കിയേ, 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള. ബ്രാൻഡ് അംബാസിഡർ സഞ്ജു വി സാംസൺ ആണ്. ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ്. വേദി തിരുവനന്തപുരമാണ്. ചാമ്പ്യൻ തിരുവനന്തപുരമാണ്. ചിഹ്നം തങ്കു എന്ന മുയലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? പാകിസ്ഥാനിലെ ലാഹോർ ആണ്. നഗരമേ വരൂ, രാജ്യം ചോദിക്കത്തില്ല, നഗരമെന്നേ വരുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. എന്താണ്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസിക ആരോഗ്യ അംബാസിഡർ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസിക ആരോഗ്യ അംബാസിഡർ. എന്തൊരു അംബാസിഡർ ആണ്? മാനസിക ആരോഗ്യ അംബാസിഡർ ദീപിക പദുക്കോൺ. ഹിന്ദി നടിയാണ്. ഓക്കെ, അന്നേരം കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ, അതിന് പ്രാധാന്യമുണ്ട്. എന്താണ്? പ്രഥമ മാനസിക ആരോഗ്യ അംബാസിഡർ ആണ് ആര്? ദീപിക പദുക്കോൺ. ഓക്കെ, ഈ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ റസൂൽ പൂക്കുട്ടി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ അധ്യക്ഷനാണ് റസൂൽ പൂക്കുട്ടിയാണ്. തിരിഞ്ഞു പോലേ, സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ റസൂൽ പൂക്കുട്ടി. നേരത്തെ അത്
പ്രേംകുമാർ ആയിരുന്നു. അതിന് തൊട്ട് മുമ്പ് ശ്യാമപ്രസാദ്. വിവാദം ഉണ്ടായപ്പോൾ അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം ആര് വന്നു? പ്രേംകുമാർ വന്നു. അതിനുശേഷം താണ്ട വീണ്ടും റസൂൽ പൂക്കുട്ടി. ഓസ്കാർ അവാർഡാണ് റസൂൽ പൂക്കുട്ടി. ഓസ്കാർ അവാർഡ് കിട്ടിയ വ്യക്തിയാണ്. അതിനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ അധ്യക്ഷനാണ് റസൂൽ പൂക്കുട്ടി. തെറ്റാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കൊടുത്തായിരുന്നു. നമുക്ക് താഴോട്ടുണ്ട്. ആ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി അധ്യക്ഷൻ ചോദിച്ചാൽ പ്രകാശ് രാജാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജൂറി അധ്യക്ഷൻ പ്രകാശ് രാജ്. ഓക്കെ, തിരിഞ്ഞു പോകല്ലേ, പെട്ടെന്ന് ഒരു ചെവി കൊണ്ട് കേട്ടിട്ട് നമ്മൾ ചിലപ്പോൾ പ്രകാശ് രാജൊക്കെ എഴുതി വെക്കും. ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ്. നമ്മുടെ സംസ്ഥാനം, കേരള സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഇത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. അതിന്റെ പുതിയ അധ്യക്ഷൻ റസൂൽ പൂക്കുട്ടി. നമ്മൾ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അവാർഡ് നിർണയ കമ്മിറ്റിയിലെ ജൂറി അംഗമാണ് ആരെന്നറിയപ്പെടുന്നത്? പ്രകാശ് രാജ്. തിരിഞ്ഞു പോലെ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 2 ഓപ്ഷനകത്ത് കണ്ടിരിക്കും. ഓക്കെ, ഇനി സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? സൂര്യകാന്ത്. അദ്ദേഹം സ്ഥാനം ഏറ്റുകഴിഞ്ഞു നവംബർ അവസാനത്തോടുകൂടി. അതിന് നമുക്ക് തൊട്ട് മുമ്പ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് 52ാമത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? RS ഗവായ്. RS അല്ല, ഭൂഷൺ രാമകൃഷ്ണ ഗവായി. BS ഗവായി ആണ്. എന്താണ്? BS ഗവായി. ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ഭൂഷൺ എന്നാണ്, ഭൂഷൺ രാമകൃഷ്ണ ഗവായി. BR എന്നായിരിക്കും എൻസിൽ വരുന്നത്, അത് ശ്രദ്ധിച്ച് വേണം. ഭൂഷൺ രാമകൃഷ്ണ BR എന്നാണ്. ഓക്കെ, ഒന്നുകൊണ്ടൊന്ന് അവിടെ എഴുതിയിടുകയാണ്. ഓക്കെ, അത് തെറ്റിയാണ് എഴുതിയിട്ടിരിക്കുന്നത്. എന്താണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായി. എന്താണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. BR ഗവായി. ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ഓക്കെ, അത് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം. സുപ്രീം കോടതിയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. എങ്കിൽ അതിന് തൊട്ട് മുമ്പ് 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി, BR ഗവായി എന്നറിയപ്പെടുന്നു. ഇനി നോക്കിയേ, ഈ ചീഫ് ജസ്റ്റിസ് 2027 ഫെബ്രുവരി 9 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലാവധി. നമ്മൾ കുറച്ച് നാളത്തേക്ക് ഇദ്ദേഹം തന്നെ ആയിരിക്കും, അല്ലേ? 2026, 2027 ഏകദേശം ഒരു 1.5 വർഷക്കാലത്തോളം ഇദ്ദേഹത്തിന്റെ കാലാവധി വരുന്നുണ്ട്. 2027 ഫെബ്രുവരി 9, 1.5 വരുന്നില്ല, 1.25 വർഷം വരെ. അന്നേരം കുറച്ച് നാളത്തേക്ക് നമുക്കിനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാറ്റമില്ല. അന്നേരം 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. അദ്ദേഹത്തിന്റെ കാലാവധി 2027 ഫെബ്രുവരി 9 വരെയാണ്. ഹരിയാനയാണ് അദ്ദേഹത്തിന്റെ സംസ്ഥാനം. ഹരിയാനയിൽ നിന്ന് ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഹരിയാനയാണ് അദ്ദേഹത്തിന്റെ സംസ്ഥാനം. ഹരിയാനയിൽ നിന്നുള്ള ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ആരാണ്? സൂര്യകാന്ത്. സൂര്യജേതസ്സോടെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമല്ലേ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ഒരുപാട് പേരുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റും. അതിന് വേണമെങ്കിൽ ഒന്നൊരു സൂര്യൻ അല്ലേ, ആദ്യത്തത് പരമോന്നതം ആരാണ്? സൂര്യനാണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അന്നേരം ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയാണ് എന്തെന്നറിയപ്പെടുന്നത്? സുപ്രീം കോടതി എന്നറിയപ്പെടുന്നത്. ആ സുപ്രീം കോടതിയുടെ നിലവിലെ അല്ലെങ്കിൽ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. അതിന് തൊട്ട് മുമ്പിലുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂഷൺ രാമകൃഷ്ണ ഗവായി. 52ാമത്തതാണ്. അതിന് ഷോർട്ടിൽ അദ്ദേഹത്തിന് എൻഷൻ എഴുതുമ്പോൾ BR ഗവായി ആണ്. ഓക്കെ, ഈ സെക്ഷൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസിക ആരോഗ്യ അംബാസിഡർ ആണ് ദീപിക പദുക്കോൺ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ അധ്യക്ഷനാണ് റസൂൽ പൂക്കുട്ടി. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. അദ്ദേഹത്തിന്റെ കാലാവധി 2027 ഫെബ്രുവരി 9 ആണ്. ഹരിയാനയിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഇതൊക്കെ നല്ല സൂപ്പർ ക്വസ്റ്റ്യനുകളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. ഓക്കെ, അടുത്തത് 2025 തെലങ്കാന മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് അസ്ഹറുദ്ദീൻ. ഓക്കെ, അദ്ദേഹം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ക്രിക്കറ്റ് ആണ്. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ 2025 തെലങ്കാന മന്ത്രി, ഈ ഒരു സെന്റൻസ് നോക്കി വെച്ചിരിക്കണേ. തെലങ്കാന മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ക്രിക്കറ്റ് താരമാണ് ഇത് മുഹമ്മദ് അസ്ഹറുദ്ദീൻ. ഓക്കെ, ഇനി സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കുരുക്കാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സൈ ഹണ്ട്.
അതായത് സൈബർ അല്ലേ, അന്നേരം ആ സൈ ഇങ്ങോട്ടിട്ട് ഹണ്ട് വേട്ട എന്നുള്ളതല്ലേ, അന്നേരം സൈബർ സാമ്പത്തിക കുറ്റവാളികളെ, എന്താണ് സാമ്പത്തിക കുറ്റവാളികളെ കുരുക്കാൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ പോലീസ് പരിശോധനയാണ് ഓപ്പറേഷൻ സൈ ഹണ്ട്. ചിലപ്പോൾ തിരിച്ചു ചോദിക്കാം, ഓപ്പറേഷൻ സൈ ഹണ്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, എന്താണ് സൈബർ സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്താൻ കേരള പോലീസ് നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഇത് ഓപ്പറേഷൻ സൈ ഹണ്ട് എന്ന് അറിയപ്പെട്ടിരിക്കുന്നത്. ഇനി 2025 എഴുത്തച്ഛൻ പുരസ്കാരം, 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ള. ആർക്കാണ്? KG ശങ്കരപിള്ളയ്ക്കാണ്. തൊട്ട് മുമ്പേ നമ്മൾ NS മാധവനെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു അല്ലേ, എന്താണ് 2025 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം അല്ലെ, ആർക്കാണ്? NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ചോദിച്ചാൽ ആരാണ്? NS മാധവൻ. ഓക്കെ, എന്നിട്ട് 2025 KG ശങ്കരപിള്ള. ഇതൊക്കെ ഓപ്ഷനുകൾ നമ്മളെ കൊണ്ടിട്ട് തെറ്റിക്കും അല്ലേ. ശങ്കരപിള്ള ഓടക്കുഴൽ അവാർഡ് നേടിയ വ്യക്തിയൊക്കെ നമുക്കറിയാം അല്ലേ. അന്നേരം അതൊക്കെ ഓർത്തോണം. കുറേ ശങ്കരനും പിള്ളമാരും ഒക്കെ നമ്മുടെ മലയാള സാഹിത്യത്തിലുണ്ട്, ഓർത്തു വെച്ചിരിക്കുക. KG ശങ്കരപിള്ള, KG ശങ്കരപിള്ളയാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. ഇത് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞ ആ ഓപ്ഷനുകളൊന്നും 2-3 ശങ്കരന്മാരുണ്ട്, ശങ്കരൻകുട്ടിയുണ്ട്, മട്ടന്നൂർ ശങ്കരൻകുട്ടിയുണ്ട്, അങ്ങനെ ആ പേരുകളെല്ലാം ഓർത്തിട്ടിരിക്കും. ഓക്കെ, ഓടക്കുഴൽ അവാർഡ് നേടിയ ആദ്യ ഓടക്കുഴൽ അവാർഡ് നേടിയ G ശങ്കരപിള്ളയുണ്ട്. അന്നേരം അതെല്ലാം ഓർക്കണം, പ്രത്യേകിച്ച് G ശങ്കരപിള്ള. അത് നമുക്ക് ഇതിൻ്റെ കൂടെ എന്തുകൊണ്ട്? KG ശങ്കരപിള്ള. തിരിഞ്ഞു പോകരുതെന്നും. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ള. 2024 ആർക്കാണ്? NS മാധവനാണ് ലഭിച്ചിരിക്കുന്നത്. 2025 തെലങ്കാന മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് അസ്ഹറുദ്ദീൻ. സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കുരുക്കാൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ പോലീസ് പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സൈ ഹണ്ട്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? KG ശങ്കരപിള്ള. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തർപ്രദേശിൽ നിലവിൽ വരുന്ന പുതിയ ജില്ലയാണ് കല്യാൺ സിംഗ് നഗർ. എത്രാമത്തെയാണ്? 76ാമത്. ഉത്തർപ്രദേശിൽ നിലവിൽ വരുന്ന പുതിയ ജില്ലയുടെ പേര് കല്യാൺ സിംഗ് നഗർ ആണ്. 76ാമത്തെ. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കണേ. ഉത്തർപ്രദേശിൽ നിലവിൽ വരുന്ന പുതിയ ജില്ലയുടെ പേരാണ് എന്താ? കല്യാൺ സിംഗ് നഗർ. 76ാമത് ജില്ലയാണ്. അതായത് നമുക്കിപ്പോൾ സെൻസസ് നടന്നിട്ട് 10 വർഷത്തിലധികമായി. 2011 ലാസ്റ്റ് സെൻസസ് നടന്നത്. അതൊക്കെ നമ്മുടെ GK ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത് നടക്കേണ്ടിയിരുന്ന 2021 കോവിഡ് മറ്റു കാരണമായിട്ട് നടന്നില്ല. പിന്നീട് സെൻസസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ സെൻസസ് നടത്തണമെന്ന് പറയുമ്പോൾ ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരു വലിയ തർക്കങ്ങളൊക്കെ വന്നതുകൊണ്ട് സെൻസസ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുമായിരുന്നു. ഈ തൊട്ടടുത്ത വർഷം 2026 സെൻസസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും. പക്ഷെ 2027 ഇന്ത്യ മൊത്തത്തിൽ സെൻസസ് നടക്കുന്നത്. ഒരു GK ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സിനകത്ത് അങ്ങനെ കിടപ്പുണ്ട്. ഇന്ത്യയിൽ മൊത്തത്തിൽ എന്താണ് സെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? 2027. അതിന് മുമ്പ് തന്നെ ഇതിനു മുമ്പൊക്കെ ഈ സെൻസസ് ഒക്കെ എടുക്കുമ്പോഴാണ് കൂടുതൽ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലകൾ ഒക്കെ വേർതിരിച്ചൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ തദ്ദേശ സ്വയംഭരണത്തിന് ഇലക്ഷൻ നടന്നു. അപ്പോൾ ആൾക്കാർ കൂടുന്നതനുസരിച്ച് വാർഡുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഒരു ഗ്രാമത്തിൽ ഇത്ര പേരെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമുക്ക് ഒരു നിശ്ചിത കണക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഇനി അടുത്ത 2027 ആകുമ്പോഴത്തേക്കിന് ഈ സെൻസസ് ഒക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു ഗ്രാമപ്രദേശത്തിൽ ഇത്ര കൂടുതൽ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ജില്ലയും കൂടെ കൂട്ടിക്കൊടുക്കും, ഒരു ഗ്രാമം കൂടെ കൂട്ടിക്കൊടുക്കും, ഒരു വാർഡും കൂടെ ഒക്കെ കൂട്ടിക്കൊടുക്കും. അന്നേരം അതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറേ ജില്ലകൾ പഠിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഓർത്ത് വെക്കുക എന്താണ്? ഉത്തർപ്രദേശിൽ പുതുതായി നിലവിൽ വരുന്ന ജില്ലയാണ് ഇത് കല്യാൺ സിംഗ് നഗർ. നോക്കിക്കേ, 76ാമത്തെ. നമ്മുടെ കേരളത്തിന് എത്ര ജില്ലയേ ഉള്ളൂ? 14 ജില്ലയേ ഉള്ളൂ. യുപിയിൽ എത്ര ജില്ലയുണ്ട്? നിലവിൽ 76 ജില്ലയുണ്ട്. ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് എന്തിനാ അവിടുത്തെ ചോദിച്ചിരുന്നത്? 76ാമതൊരു പുതിയ ജില്ല വന്നത് കൊണ്ടാണ് ഉത്തർപ്രദേശിലെ പുതിയ ജില്ല 76ാമത് നിലവിൽ വരുന്ന ജില്ല ചോദിക്കുന്നത്. എൻ്റെ പേര് കല്യാൺ സിംഗ് നഗർ ആണ്. ഓക്കെ, നോക്കിക്കോണേ. ഇനി 2025 ചെസ് ലോകകപ്പ് ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫിയുടെ പേരാണ് വിശ്വനാഥൻ ആനന്ദ് ട്രോഫി. 2025 ചെസ് ലോകകപ്പ് ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫിയുടെ പേരാണ് വിശ്വനാഥൻ ആനന്ദ് ട്രോഫി. വിശ്വനാഥൻ ആനന്ദ് ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ്?
ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരമായിരുന്നു ഖേൽരത്ന പുരസ്കാരം. കായിക പുരസ്കാരമാണ് ഖേൽരത്ന പുരസ്കാരം. ഇതൊക്കെ GK ശ്രദ്ധിച്ചിരിക്കുക. ഇതൊക്കെ GK ആണ്. നിങ്ങളുടെ സ്പോർട്സിന്റെ കായികം പഠിക്കാനുണ്ട്. അതിന് ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരമാണ് ഖേൽരത്ന പുരസ്കാരം. അതിന്റെ പേര് ഇപ്പം മാറ്റിയിട്ടുണ്ട്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന എന്നാക്കിയിട്ടുണ്ട്. അന്നേരം ഈ ഖേൽരത്ന പുരസ്കാരം ആദ്യം നേടിയ ഇന്ത്യൻ കായിക താരമാണ് ആര്? വിശ്വനാഥൻ ആനന്ദ്. അത് പരീക്ഷയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇദ്ദേഹം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നോക്കിയേ, ഈ 2025 ചെസ് ലോകകപ്പാണ്. ഇന്ത്യക്കാർ കൊടുക്കുന്ന കപ്പല്ല, ലോകകപ്പ് ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫിയുടെ പേര് വിശ്വനാഥൻ ആനന്ദ് ട്രോഫി. അദ്ദേഹം ചെസ് കളിക്കാരനാണ്, ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു. ഓക്കെ, വേദി ഗോവ. അങ്ങനെ നോക്കിയേ, എന്തുകൊണ്ടാണ് ഈ ചെസ് ലോകകപ്പുകൾക്ക് 2025 ചെസ് ലോകകപ്പിന് വിശ്വനാഥൻ ആനന്ദ് ട്രോഫി എന്ന് കൊടുക്കാനുള്ള കാരണം പിടികിട്ടിയേ? 2025 ചെസ് ലോകകപ്പ് വേദി ഇന്ത്യ ഗോവയാണ്. ഇനി ഇന്ത്യ രണ്ടാം തവണ, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇന്ത്യ രണ്ടാം തവണയാണ് എന്തിന് വേദിയാകുന്നത്? ചെസ് ലോകകപ്പിന്. ആദ്യം ഹൈദരാബാദിലായിരുന്നു 2006. ആദ്യം എവിടായിരുന്നു നടന്നത്? ഹൈദരാബാദ് 2002 നടന്നിരിക്കുന്നത്. ഹൈദരാബാദ് 2002. അതിന് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയേ. 2025 ചെസ് ലോകകപ്പ് ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫിയുടെ പേര് വിശ്വനാഥൻ ആനന്ദ് ട്രോഫി. അങ്ങനെ കൊടുക്കാൻ കാരണം 2025 വേദി ഇന്ത്യയാണ്, ഗോവയാണ്. ഇന്ത്യ രണ്ടാം തവണയാണ് ചെസ് ലോകകപ്പിന് വേദിയാകുന്നത്. ആദ്യ വേദി ഹൈദരാബാദ്. ഏത് വർഷം? 2002. ഒരുപാട് വർഷങ്ങൾ ഇനി പുറകോട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. 2002 ആദ്യം വേദി. പിന്നീട് നടന്നത് എന്താണ്? 2025 ഇപ്പോഴത്തെ ലോകകപ്പ് വേദി ചെസ്സിന്റെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. ഉത്തർപ്രദേശിൽ നിലവിൽ വരുന്ന പുതിയ ജില്ലയുടെ പേര് ഓർക്കുക, കല്യാൺ സിംഗ് നഗർ. എത്രാമത്തെ ജില്ലയാണ്? 76ാമത്തെ. ഓക്കെ, ഇനി ഇന്ത്യയുടെ 90ാമത് ഗ്രാൻഡ് മാസ്റ്റർ. ഇങ്ങനെ ഓരോന്ന് വന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇന്ത്യയുടെ 90ാമത് ഗ്രാൻഡ് മാസ്റ്റർ ഇലാം പാർട്ടി AR. എന്താണ്? ഇലാം പാർട്ടി AR. 89ാമത് രോഹിത് കൃഷ്ണ, 88ാമത് ദിവ്യ ദേശ്മുഖ്. ഇതാണ് നമുക്കൊരു പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻ. നേരത്തെ ചോദിച്ചിട്ടുണ്ട്. 88ാമത് ആരാണ്? ദിവ്യ ദേശ്മുഖ്. 89ാമത് രോഹിത് കൃഷ്ണ. 90ാമത്, നിലവിൽ 90ാമത്തെ അല്ല, ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് വന്നുമ്പോൾ 91ാമത്തെ വ്യക്തിയുടെ പേരും കിടപ്പുണ്ട്. ഓക്കെ, അന്നേരം ഓർത്ത് വെക്കുക, 90ാമത് ഗ്രാൻഡ് മാസ്റ്റർ ഇലാം പാർട്ടി AR ആണ്. 90ാമത്. അന്നേരം നിലവിലെന്ന് ചോദിക്കുകയല്ല, ഇങ്ങനെ ഈ നമ്പർ ഇട്ട് ചോദിക്കും. അന്നേരം 88 ദിവ്യ ദേശ്മുഖ്, കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 89 രോഹിത് കൃഷ്ണ. ഇന്ത്യയുടെ 90ാമത് ഗ്രാൻഡ് മാസ്റ്ററിന്റെ പേര് എന്താണ്? ഇലാം പാർട്ടി AR. ഓക്കെ, ഇനി 2026 വിന്റർ ഒളിമ്പിക്സ്. എന്താണ്? വിന്റർ ഒളിമ്പിക്സിന്റെ ദീപശിഖാവാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്ര. സൂക്ഷിച്ച് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ അത് പ്രാധാന്യമുണ്ട്. 2026 വിന്റർ ഒളിമ്പിക്സ്. കാരണം 2024 പാരീസ് ഒളിമ്പിക്സ് നടന്നു. ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സ്, അത് സമ്മർ ഒളിമ്പിക്സ് ആണ്. ഇതെന്താണ്? വിന്റർ ഒളിമ്പിക്സ്, ശൈത്യകാല ഒളിമ്പിക്സ്. മറ്റേതെന്താണ്? വേനൽക്കാലമാണ്. ഓക്കെ, സമ്മർ ഒളിമ്പിക്സ്. അതായത് തിരിഞ്ഞു പോകരുത്. ഒളിമ്പിക്സ് 2024 വേദി എന്ന് ചോദിച്ചാൽ അതാണ് യഥാർത്ഥ ഒളിമ്പിക്സ്. എന്താണ്? ഈ പറയുന്ന പാരീസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് ആയിരുന്നു. ഇതെന്താണ്? 2026. ഇനി നമുക്ക് അടുത്ത ഒളിമ്പിക്സ് 2028 നടക്കുന്നത്. ഇതെന്താണ്? 2026 വിന്റർ ഒളിമ്പിക്സ്. അത് അങ്ങനെ തന്നെ പറയൂ. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ ദീപശിഖാവാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേതാവ് അഭിനവ് ബിന്ദ്ര. ഓക്കെ, ഒരു GK ക്വസ്റ്റ്യൻ കൂടെ എന്നോട് ഓർത്തു വെക്കാം. അഭിനവ് ബിന്ദ്ര വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ വ്യക്തിയാണ് അഭിനവ് ബിന്ദ്ര. ഷൂട്ടിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഐറ്റം. അത് നമ്മുടെ GK ക്വസ്റ്റ്യൻ ആണ്. കായികം പഠിക്കാനുണ്ട്. അതിന് കുഞ്ഞു GK ഓർത്തു വെക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഒളിമ്പ്യൻ ആണ് അറിയപ്പെടുന്നത് അഭിനവ് ബിന്ദ്ര. ഷൂട്ടിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഐറ്റം. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ അങ്ങനെ എടുത്തിട്ടിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ്. വേണമെങ്കിൽ ആദ്യ ഇന്ത്യൻ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ, ആദ്യ വ്യക്തിഗത
ഇന്ത്യൻ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്ര. ഓക്കെ, ഇനി 2026 വിന്റർ ഒളിമ്പിക്സ് വേദി എവിടാണ്? ഇറ്റലിയാണ്. 2026 വിന്റർ ഒളിമ്പിക്സ്, 2026 ഒളിമ്പിക്സ് എന്ന് ചോദിക്കുകയില്ല, 2026 വിന്റർ ഒളിമ്പിക്സ് വേദി എന്നേ ചോദിക്കത്തുള്ളൂ. ഏതാണ് വേദി? ഇറ്റലിയാണ്. ആ ഇറ്റലിയിൽ നടക്കുന്ന വിന്റർ ഒളിമ്പിക്സിൽ ദീപശിഖ വാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് വ്യക്തിഗത സ്വർണ്ണ മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്ര. അദ്ദേഹത്തിന്റെ ഐറ്റം എന്തായിരുന്നു? ഷൂട്ടിംഗ് ആണ്. ഓക്കെ, നോക്കിയ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. ഇന്ത്യയുടെ 90ാമത് ഗ്രാൻഡ് മാസ്റ്റർ ഇലാം പാർട്ടി AR, 89ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ രോഹിത് കൃഷ്ണ, 88ാമത്തത് ദിവ്യ ദേശ്മുഖാണ്. 2026 വിന്റർ ഒളിമ്പിക്സ് ദീപശിഖ വാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിഗത ഇന്ത്യൻ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്ര. അദ്ദേഹത്തിന്റെ ഇനം ഏതെന്ന് ചോദിച്ചാൽ ഷൂട്ടിംഗ് ആണ്. ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് കേട്ടോ. അദ്ദേഹത്തിന്റെ ഇനം എന്താണ്? ഷൂട്ടിംഗ് ആണ്. വേദി എവിടാണ്? ഇറ്റലിയാണ്. വേദി ഇറ്റലി. നോക്കിയേ, 2025 അന്തരിച്ച മലയാളി ഹോക്കി താരം, 2025 അന്തരിച്ച മലയാളി ഹോക്കി താരം മാനുവൽ ഫ്രെഡറിക്. 2025 അന്തരിച്ച മലയാളി ഹോക്കി താരമാണ് മാനുവൽ ഫ്രെഡറിക്. എന്നിട്ട് മാനുവൽ ഫ്രെഡറിക് ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹോക്കിയാണ്. ഇവിടുന്ന് GK ക്വസ്റ്റ്യൻ ഉണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചതുമാണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി. നമ്മൾ മുമ്പേ അഭിനവ് ബിന്ദ്രയെ പറഞ്ഞപ്പം വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് നോക്കിയേ, ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് അറിയപ്പെടുന്നത് മാനുവൽ ഫ്രെഡറിക്. അത് ഏത് ഒളിമ്പിക്സ് എന്ന് ചോദിച്ചാൽ ഹോക്കിയാണ്. വ്യക്തിഗത ഇനത്തിലൊന്നും അല്ല കിട്ടിയിരിക്കുന്നത്. ഹോക്കി എന്ന് പറയുമ്പോൾ ടീം ഇനമാണ് അല്ലെ. ഹോക്കിയിലെ പ്ലേയേഴ്സിന്റെ എണ്ണം 11, അതും GK ആണ്. അന്നേരം ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. ഏത് ഒളിമ്പിക്സ് എന്ന് ചോദിച്ചാൽ 1972 ഹോക്കി 1972 ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡലാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഒരു ഐറ്റമാണ് ഇത്, ഹോക്കിയാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. ഇതെല്ലാം GK ആണ്, ഓർത്ത് വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. അന്നേരം ആ ഹോക്കിയിൽ 72 ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കിട്ടിയത് വെങ്കല മെഡൽ, 3ാം സ്ഥാനം. അന്നേരം അതിനകത്ത് ഒരു പ്ലെയർ ആയിട്ട് ആരുണ്ടായിരുന്നു? മാനുവൽ ഫ്രെഡറിക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റിന് പ്രാധാന്യം. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. ഇപ്പൊ ഇദ്ദേഹത്തെ പരാമർശിക്കാൻ കാരണം 2025 അന്തരിച്ച ഹോക്കി താരം മാനുവൽ ഫ്രെഡറിക്. ചിലപ്പോൾ അങ്ങനെ GK കറണ്ട് അഫയേഴ്സ് ആയിരിക്കുമല്ലോ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള GK ആയിരിക്കും ചോദിക്കുന്നത്. എന്താണ്? ഇദ്ദേഹം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നോ, അല്ലെങ്കിൽ ഇദ്ദേഹം ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി എന്നൊക്കെ ആയിരിക്കും അവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് എന്താണോ കറണ്ട് അഫയേഴ്സ് പ്രാധാന്യമുള്ള പോയിന്റ് വരുന്നത് അതിന്റെ GK കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, അതാണ് ഇദ്ദേഹത്തിന് 2029 ധ്യാൻചന്ദ് പുരസ്കാരം. ശ്രദ്ധിച്ച് കേൾക്കുക, 2019 ധ്യാൻചന്ദ് പുരസ്കാരം. ധ്യാൻചന്ദ് പുരസ്കാരം അതായത് ആജീവനാന്ത ഈ പറയുന്ന കായിക ഇനങ്ങളിൽ ആജീവനാന്ത പുരസ്കാരമാണ് ഇത് അറിയപ്പെടുന്നത് ധ്യാൻചന്ദ് പുരസ്കാരം. തെറ്റരുതേ, മുമ്പേ നമ്മൾ പറഞ്ഞു മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. അതായത് ഖേൽരത്ന പുരസ്കാരത്തിന്റെ പേര് രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നായിരുന്നു കേട്ടോ. അത് മാറ്റിയിട്ട് ഇപ്പൊ എന്താക്കി? ധ്യാൻചന്ദ് ഖേൽരത്ന. ഇന്ത്യൻ ഹോക്കിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ധ്യാൻചന്ദ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരില് ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരത്തിന്റെ പേര് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന എന്നാക്കി. ഇതെന്താണ്? കായിക രംഗത്തെ ആജീവനാന്ത സംഭാവന പരിഗണിച്ചുകൊണ്ട് ധ്യാൻചന്ദ് പുരസ്കാരം എന്ന് പറഞ്ഞൊരു പുരസ്കാരം കൊടുക്കും. അതിന്റെ ആ അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് 2019 ധ്യാൻചന്ദ് പുരസ്കാരം. എന്നിട്ട് ഇച്ചിരിയൊക്കെ കേൾക്കുന്നവര് അതിന് തെറ്റാണെന്ന് മനസ്സിലായിരിക്കല്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന വേറെയുണ്ട്. ഇതെന്താണ്? ആജീവനാന്ത പുരസ്കാരമാണ്. കായിക രംഗത്തെ ആജീവനാന്ത പുരസ്കാരമാണ് ധ്യാൻചന്ദ് പുരസ്കാരം. ഓർത്ത് വെക്കുക. ഓപ്ഷനകത്ത് ചിലപ്പോൾ കണ്ടെന്നിരിക്കും 2019 എന്താ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ വ്യക്തി, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ വ്യക്തി എന്ന് ചോദിക്കുന്നത് 2019 ധ്യാൻചന്ദ് പുരസ്കാരം. ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്ക് കായികം എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്, അവിടെ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യനുകൾ കിടപ്പുണ്ട്. അതിൽ ഓർത്ത് വെക്കുക. 2025 അന്തരിച്ച മലയാളി ഹോക്കി താരം മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ്. 1972 ഹോക്കിയിൽ വെങ്കല മെഡലാണ് കിട്ടിയിരിക്കുന്നത്. 2019 ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ വ്യക്തിയാണ് ആരാണ്? മാനുവൽ ഫ്രെഡറിക്. ഇനി EP ജയരാജന്റെ ആത്മകഥ ഇതാണ് എൻ്റെ ജീവിതം.
ഒരുപാട് പുസ്തകങ്ങളുടെ പേരൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കിട്ട് ചോദിക്കുന്നുണ്ട്. ഇതിന് കറണ്ടിലി ഒരു പുസ്തകത്തിന്റെ പേരാണ് EP ജയരാജന്റെ ആത്മകഥയുടെ പേരാണ് ഇതാണ് എൻ്റെ ജീവിതം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം കേരളം. പ്രഖ്യാപനം 2025 നവംബർ 1, മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതൊന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല, പക്ഷേ നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിന് നമുക്ക് ഓർത്തേ പറ്റത്തുള്ളൂ. അന്നേരം പ്രഖ്യാപനം ഓർത്ത് വെക്കുക. 2025 നവംബർ 1 നമ്മുടെ കേരള പിറവി ദിനത്തിൻ്റെ അന്ന് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അതിന് ആദ്യത്തെ നോക്കിയേ 3 ക്വസ്റ്റ്യൻ ഈ സെക്ഷനിൽ. 2025 അന്തരിച്ച മലയാളി ഹോക്കി താരം മാനുവൽ ഫെഡറിക്ക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ്. 72 ഹോക്കിയിൽ വെങ്കല മെഡലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. 2019 അദ്ദേഹത്തിന് ധ്യാൻ ചന്ദ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി EP ജയരാജന്റെ ആത്മകഥയാണ് ഇതാണ് എൻ്റെ ജീവിതം. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം കേരളമാണ്. 2025 നവംബർ 1 പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ.